ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ദ്രജയും വിജയനും പൂജാമുറിയിൽ കയറി നന്ദിനിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സൂര്യയ്ക്കും നന്ദിനിക്കും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാരിയിലും ഡ്രസ്സിലൊക്കെ എണ്ണ ഒഴിക്കുകയാണ്. അങ്ങനെ എല്ലാ ഡ്രസ്സിലും എണ്ണ ഒഴിച്ച ശേഷം അവിടെ നിന്നും ഇന്ദ്രജ പോകുന്ന സമയത്താണ് വിജയൻ നിലത്ത് ഇന്ദ്രജ ഒഴിച്ച ആ എണ്ണയിൽ അങ്ങ് ചവിട്ടുന്നത്. അപ്പോൾ അയ്യോ ഇന്ദ്രജ, ഞാൻ എണ്ണയിൽ കാലു വെച്ചല്ലോ, നിങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ മനുഷ്യ, നിങ്ങളോടല്ലേ പറഞ്ഞത് അതിൽ ചവിട്ടില്ലേ എന്ന്, എന്നിട്ടിപ്പോൾ അതിൽ ചവിട്ടി ഇനിയിപ്പോൾ അങ്ങ് നടന്നു വന്നേക്ക് എന്നും പറഞ്ഞ് ഇന്ദ്രജ അങ്ങ് റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ വിജയനാണെങ്കിലോ ഇനിയിപ്പോൾ ഈ എണ്ണയിൽ ചോട്ടിയ സ്ഥിതിക്ക് ഞാനെങ്ങാനും ഇനി അടുത്ത കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ തലകുത്തി മറിയും, അതുകൊണ്ട് വീഴാതിരിക്കാൻ ഒരു ബുദ്ധി ഉപയോഗിക്കാം എന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വിജയൻ അവിടെ ഇരിക്കുന്ന ഭസ്മം എടുത്ത് കാലിലങ്ങ് പുരട്ടുകയാണ്. അപ്പോൾ ഭസ്മം കാരണം ഇനി ഞാൻ കാല് നിലത്ത് ചവിട്ടിയാലും ഞാൻ എണ്ണ ഉള്ളത് കൊണ്ട് വീടില്ല, ഇനിയിപ്പോൾ എനിക്കൊരു ഗ്രിപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭസ്മം എടുത്ത് കാലിലിടുന്നത്. എന്നിട്ട് നേരെ റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെ രാവിലെ നന്ദിനി നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷം സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സൂര്യയാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ സൂര്യ സാർ എണീക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, നന്ദിനി ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ, അതിന് ഇന്ന് വിഷു അല്ലേ, സൂര്യ സാർ എണീറ്റ് നേരത്തെ തന്നെ എണീറ്റ് കുളിക്കണം, അതിന് സൂര്യ സാർ എണീറ്റേ പറ്റൂ. അയ്യോ നന്ദിനി, ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങിക്കോട്ടെ, പറ്റില്ല, ഇന്ന് നേരത്തെ എണീക്കേണ്ടതാണ്, സൂര്യ സാർ എണീക്ക്, എന്നിട്ട് എണ്ണ തേച്ച് കുളിച്ച ശേഷം വേണം എല്ലാവരുടെയും അടുത്ത് ചെന്ന് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിച്ച ശേഷം വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാൻ, സാറ് നേരം കളയാതെ പെട്ടെന്ന് വാ എന്ന് പറയട്ടോ. ഈ നന്ദിനി, ഞാൻ ഒറ്റയ്ക്ക് കുളിച്ചോളാം, അത് പറ്റില്ല, ഇന്ന് സൂര്യ സാറിൻ്റെ ദേഹത്ത് മുഴുവനും എണ്ണ തേച്ച് കുളിക്കണം, അത് കുഴപ്പമില്ല നന്ദിനി, ഞാൻ ചെയ്തോളാം, ഞാൻ തനിച്ച് കുളിച്ചോളാം, അത് പറ്റില്ല, ഞാൻ സൂര്യ സാറിൻ്റെ ദേഹത്ത് മുഴുവനും എണ്ണ തേച്ച് തരും, സാറ് തനിച്ച് കുളിച്ചോ എന്ന് പറഞ്ഞ് നന്ദിനി തന്നെ സൂര്യയെ നിർബന്ധിച്ച് ബാത്റൂമിലേക്ക് ഇരുത്തിയ ശേഷം ദേഹത്തും തലയിലും ഒക്കെ എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യയ്ക്കാണെങ്കിലോ നന്ദിനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ വരികയാണ്. അങ്ങനെ ദേഹത്ത് മുഴുവനും നന്ദിനി എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് തലയിലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സൂര്യയ്ക്ക് ഒരു ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നന്ദിനി സൂര്യയെ കുളിപ്പിച്ച ശേഷം കുളി കഴിഞ്ഞ ശേഷം രണ്ടുപേരും കൂടി താഴേക്ക് ചെല്ലുകയാണ്. അപ്പോൾ യതീന്ദ്രനും സുദേവനും മുത്തശ്ശിയും പ്രിയങ്കയും കാർത്തിയും ഒക്കെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് നന്ദിനിയും സൂര്യയും ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ നേരത്തെ എണീറ്റോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി നേരത്തെ തന്നെ എണീപ്പിച്ചു ചേച്ചി എന്നൊക്കെ അവർ പറയുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ പറയണം, അത് അങ്ങനെയാണ്, എല്ലാവരും വിഷുവിന് നേരത്തെ എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ ഈ വീട്ടിലുള്ളവർ നേരെ മറിച്ചാണ്, ഇതുവരെയും ആരും എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ സൂര്യ പറയണേ, അച്ഛാ അവരൊക്കെ എണീറ്റ് എപ്പോഴാന്ന് വെച്ചാ ഇനി കാര്യങ്ങളൊക്കെ നടത്തുക, അവരെയൊന്നും കാത്തു നിൽക്കണ്ട, നമുക്ക് പൂജാമുറിയിലേക്ക് പോവാം എന്ന് പറയട്ടോ. അങ്ങനെ പ്രിയങ്കയോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിലെ മുറിവൊക്കെ മാറിയോ എന്ന് ചോദിക്കുമ്പോൾ കുറവുണ്ട്, ഇപ്പോൾ വേദനയൊന്നും അങ്ങനെ ഇല്ല എന്നൊക്കെ പറയണം. അങ്ങനെ എല്ലാവരും കൂടി നേരെ പൂജാമുറിയിലേക്ക് പോവാണ്. എന്നിട്ട് സൂര്യ യതീന്ദ്രനോട് പറയാണ്, അച്ഛാ ഇന്ന് നന്ദിനിയുടെ അച്ഛൻ തരുന്ന ഈ പുതിയ ഡ്രസ്സാണ് ഞങ്ങൾ ഇന്ന് വിഷു ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ യതീന്ദ്രൻ അതിനെന്താ സൂര്യ, നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ ദേവൻ പൂജാമുറിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ആ പുതിയ ഡ്രസ്സ് എടുക്കുകയാണ് നന്ദിനിയുടെയും സൂര്യയുടെയും. എന്നിട്ട് സുദേവൻ നന്ദിനിക്കും സൂര്യയ്ക്കും കൊടുക്കാനുള്ള ആ പുതിയ ഡ്രസ്സ് എടുക്കുകയാണ്. അതോടുകൂടി സുദേവൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അയ്യോ ഇതെന്ത് പറ്റി, ഇതിൽ നിറയെ എണ്ണയാണല്ലോ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ സങ്കടത്തോടു കൂടി സുദേവൻ പറയട്ടെ. അത് കണ്ടപ്പോൾ നന്ദിനിയും സൂര്യയും യതീന്ദ്രനൊക്കെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ മുത്തശ്ശി പറയണ, അയ്യോ ഇതൊരു അപശകുനമാണല്ലോ, നല്ലൊരു ദിവസമായിട്ട് എന്താ പുതിയ ഡ്രസ്സിലൊക്കെ നിറയെ എണ്ണ, ഇത് എന്ത് സംഭവിച്ചതാണ് എന്ന് വിഷമത്തോടു കൂടി മുത്തശ്ശിയും പറയാട്ടോ. അങ്ങനെ സുദേവൻ, ഇത് എങ്ങനെ സംഭവിച്ചു, നിലത്തൊക്കെ നിറയെ എണ്ണയുണ്ടല്ലോ, ഇത് എലി എങ്ങാനും തട്ടിയിട്ടതാണോ? അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, എലിയൊന്നും ഇവിടേക്ക് വരില്ലല്ലോ, അടുക്കളയിലല്ലേ എലിയൊക്കെ ഉണ്ടാവൂ, ഇവിടെ അതിന് ഈ വീട്ടിൽ എലിയൊക്കെ ഉണ്ടോ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ എലി ഉണ്ടോ എന്ന് അറിയില്ല, എലി ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് യതീന്ദ്രൻ പറയട്ടോ. അപ്പോൾ നന്ദിനി പറയുന്ന, ഒരു തവണ എലിയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും ദൂരം വരെ എലിയൊക്കെ വരുമോ, കിച്ചണിലൊക്കെ അല്ലേ ഉണ്ടാവൂ എലി. അപ്പോൾ യതീന്ദ്രൻ പറയുന്നത്, അത് പറയാൻ കഴിയില്ല, എലി എല്ലായിടത്തും വരാനും സാധ്യതയുണ്ട് എന്ന് യതീന്ദ്രൻ പറയട്ടോ. അപ്പോൾ അയ്യോ എന്നാലും ഇത്ര ആശയോട് കൂടി വാങ്ങിയ ഈ പുതിയ ഡ്രസ്സിൽ എണ്ണ പോയല്ലോ എന്ന് വിഷമത്തോടു കൂടി മുത്തശ്ശിയും സുദേവനും പറയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയാൻ, ഇനി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഈ ഡ്രസ്സിൽ ഇപ്പോൾ
എണ്ണ പോയി എന്ന് കരുതിയിട്ട് നമുക്ക് വിഷു ഒന്നും ആഘോഷിക്കാതിരിക്കണ്ട. നിങ്ങൾ പ്രിയങ്കയും കാർത്തികയും പുതിയ ഡ്രസ്സ് ഇട്ടോളൂ. പിന്നെ നന്ദിനിക്കും സൂര്യയ്ക്കും പുതിയ ഡ്രസ്സ് സൂര്യ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടില്ലേ, അതിങ്ങ് എടുത്തു വാ, എന്നിട്ട് അതിട്ടാൽ മതി, എന്നിട്ട് വിഷു ആഘോഷിക്കാം. അത് കേട്ടപ്പോൾ നന്ദിനി പറയണ, വേണ്ട സൂര്യ സാർ, അതെടുക്കണ്ട. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കണം, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അതല്ല സാർ, ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് കിട്ടുന്നില്ല. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ സംഭവിച്ചില്ലേ, ഇതൊരു അപശകുനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വിഷു ആഘോഷിക്കാനുള്ള ഒരു മൂഡൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ നന്ദിനിയുടെ പുറകെ തന്നെ സുദേവനും കാർത്തികയും പ്രിയങ്കയും മുത്തശ്ശിയും ഒക്കെ റൂമിലേക്ക് പോവാട്ടോ. എന്നിട്ട് റൂമിലെത്തിയ ശേഷം നന്ദിനി വിഷമത്തോടു കൂടി മുത്തശ്ശിയുടെ മടിയിൽ തല ചായ്ച്ച് കിടക്കണം. അപ്പോൾ സുദേവൻ പറയണേ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ മോളെ, എന്തിനാണ്, എനിക്കറിയില്ലല്ലോ ഇന്ന് നല്ല ദിവസമാണ് ചീത്ത ദിവസമാണോ എന്നൊന്നും, അതുകൊണ്ട് നീ അത് വിട്ടേക്ക്, നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക എന്ന് പറയുമ്പോഴും നന്ദിനിക്ക് അതൊരു ആശ്വാസമായി തോന്നുന്നില്ല. നന്ദിനിക്ക് അതൊക്കെ കണ്ടിട്ട് ഒരു അപശകുനമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഇന്ദ്രജയും വേദയും റൂമിൽ നിന്നും വരുന്നത്. അപ്പോൾ അവർ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഇന്ദ്രജയും വിജയനും കൂടി വരുന്നത്. അപ്പോൾ ഇവരുടെ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, നന്ദിനിയും കുടുംബവും വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇന്ദ്രജയ്ക്ക് സന്തോഷമാവും കേട്ടോ. അപ്പോൾ വിജയ ഇന്ദ്രജയോട് പറയണേ, നിൻ്റെ പ്ലാൻ എന്തായാലും സക്സസ് ആയി, അവരുടെ ഈ വിഷമം കാണാനല്ലേ നീ കാത്തിരുന്നത്. എന്നിട്ട് മുത്തശ്ശി നന്ദിനിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയണ, മോളെ, ഒരു നല്ല കാര്യം നടക്കുമ്പോൾ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടി, കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ഒരു ചീത്ത കാര്യം നടക്കുമെന്ന് പറയാറില്ലേ, അങ്ങനെ കരുതിക്കൂടെ മോളെ. അപ്പോൾ നന്ദിനി പറയണേ, എന്താ മുത്തശ്ശി എനിക്ക് മാത്രം ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്? അപ്പോൾ അവർ വിഷമിച്ചിരിക്കുന്നത് കാണുന്ന ഇന്ദ്രജയ്ക്കും വിജയനും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണേ, നമുക്ക് അവരുടെ റൂമിൽ പോയിട്ട് അവരുടെ വിഷമം ഒന്ന് നേരിട്ട് കണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ദ്രജ അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, എന്തു പറ്റി നന്ദിനി, നിങ്ങളെന്താ ഈ വിഷു ആയിട്ട് ഇങ്ങനെ സന്തോഷമില്ലാതെ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്, എന്താ സംഭവിച്ചത്? അപ്പോൾ സുദേവൻ കാര്യങ്ങളൊക്കെ പറയാണ്, ഞങ്ങൾ നന്ദിനിക്കും സൂര്യ സാറിനും വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി വന്നിരുന്നില്ലേ, അത് പൂജാമുറിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതെടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അതിൽ നിറയെ എണ്ണയാണ്, അത് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് എണ്ണ ഉള്ളത്. അയ്യോ, അതൊരു സങ്കടമുള്ള കാര്യമാണല്ലോ. എന്ത് പറ്റി? വിഷുവിന് നമ്മൾ എണ്ണ തേച്ചൊക്കെ കുളിക്കും, പക്ഷേ എണ്ണ ഇങ്ങനെ സാരിയിലും ഡ്രസ്സിലൊക്കെ വന്നത് എന്താ ഉണ്ടായത്? അപ്പോൾ മുത്തശ്ശി പറയണേ, എന്താ ഉണ്ടായി എന്നറിയില്ല, എലിയാണെന്ന് തോന്നുന്നു പൂജാമുറിയിൽ കയറി തട്ടിയിട്ടു, എണ്ണ തട്ടിയിട്ടത് അത് സാരിയിലേക്കും ഡ്രസ്സിലേക്കൊക്കെ ആയതാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ വിജയനും ഇന്ദ്രജയും ഒന്നും അറിയാത്ത ഭാവത്തിൽ അവർ നല്ലവരെ പോലെ സംസാരിക്കുകയാണ്. അത് കഷ്ടമായി പോവല്ലോ, എന്തായാലും ഇതൊരു അപശകുനം തന്നെയാണ് എന്ന് പറഞ്ഞ് നന്ദിനിയുടെയും വീട്ടുകാരുടെയും മനസ്സിലേക്ക് വീണ്ടും അത് നല്ല സൂചനയല്ല എന്നുള്ളത് ആക്കി തീർക്കാം കേട്ടോ. എന്നിട്ട് നല്ലവളായിട്ട് അഭിനയിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും അത് വിട്ടേക്ക്, നിങ്ങൾ മറ്റുള്ളവരുടെ ഡ്രസ്സിലൊന്നും എണ്ണയൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ കാർത്തികയും പ്രിയങ്കയും ഒക്കെ ഡ്രസ്സ് മാറിക്കോട്ടെ, എന്നിട്ട് നന്ദിനി വിഷു നല്ലതുപോലെ കൊണ്ടാടാൻ നോക്ക്, അല്ലാതെ വെറുതെ സങ്കടപ്പെട്ടിരിക്കണ്ട. എന്നോടൊപ്പം വിഷു ആഘോഷിക്കാൻ വേണ്ടി അവരൊക്കെ എത്ര സന്തോഷത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അപ്പോൾ നീയായിട്ട് അവരെ വെറുതെ സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട നന്ദിനി. അത് കേട്ടപ്പോൾ പ്രിയങ്കയും കാർത്തികയും പറയണ, അത് വേണ്ട, ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് ഇട്ടൊന്നും ഞങ്ങൾക്ക് വിഷു ആഘോഷിക്കാൻ താല്പര്യമില്ല, ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയണ, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്നും പറഞ്ഞ് വിജയനും ഇന്ദ്രജയും താഴേക്ക് ഇറങ്ങി പോവുകയാണ്. പത്മയുടെ അടുത്തേക്ക് സന്തോഷത്തിൽ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ പത്മയാണെങ്കിലോ റൂമിൽ അങ്ങനെ നിരാശയോട് കൂടിയിരിക്കുകയാണ്. അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അമ്മ എന്താ പുറത്തേക്കൊന്നും ഇറങ്ങാത്തത്? ഞാനെങ്ങനെ പുറത്തേക്ക് ഇറങ്ങും? ഞാൻ കാണാൻ ഇഷ്ടപ്പെടാത്തവരല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ വിഷു ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്? എൻ്റെ തൊഴിലാളികളായി നിന്ന, എൻ്റെ പറമ്പിലെ തോട്ടക്കാരായി ജോലി ചെയ്തിരുന്നവർ ഇവിടെ എൻ്റെ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടിയും ഇവിടെ വിഷു ആഘോഷിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് അവരെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ ദേഷ്യത്തിൽ പത്മ പറയുന്ന സമയത്ത് ഇന്ദ്രജ പറയുകയാണ്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ ഞാനെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്, അവരൊരിക്കലും ഈ വിഷു സന്തോഷത്തോടു കൂടി ആഘോഷിക്കില്ല അമ്മേ. നീ എന്താ പറയുന്നത് ഇന്ദ്രജ? അതെ അമ്മേ. അപ്പോൾ വിജയൻ പറയുന്നത്, അതൊക്കെ ഇന്ദ്രജയും ഞാനും കൂടി ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിശദമായി പത്മയ്ക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അത് കേട്ടപ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ നന്ദിനിയുടെയും സൂര്യയുടെയും ഡ്രസ്സിൽ മുഴുവനും, അവർ കൊണ്ടുവന്ന ഡ്രസ്സിൽ മുഴുവനും ഞാൻ എണ്ണ
സംഭവിച്ചു എന്നുള്ള കാര്യം കേട്ടപ്പോൾ പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ഇത്രയ്ക്കെങ്കിലും അവർക്ക് തിരിച്ചടി കൊടുത്തല്ലോ, അത് എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇനി അവർ വിഷു നല്ലതുപോലെ ആഘോഷിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ദ്രജ വിജയനോട് പറയണേ, വിജയ് വേദയെ പോയി വിളിച്ചോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ വിജയ് വേദയെ വിളിക്കാൻ വേണ്ടി പോവാട്ടോ. ആ സമയത്താണ് സൂര്യയും യതീന്ദ്രനും കൂടി സംസാരിക്കുന്നത്. നന്ദിനിയും കുടുംബവും വല്ലാത്ത സങ്കടത്തിലാണ് അച്ഛാ. ഇങ്ങനെയൊക്കെ ഒരു അപശകനം ഉണ്ടായി എന്ന് പറഞ്ഞ് അവരിതിലൊക്കെ നല്ലതുപോലെ വിശ്വസിക്കുന്നവരല്ലേ. വിഷു ആഘോഷിക്കാനുള്ള താല്പര്യമൊന്നും ഇപ്പോൾ അവർക്കില്ല എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ, നീ പോയി അവരെ സമാധാനപ്പെടുത്ത്. എന്നിട്ട് ഇതിപ്പോൾ ഒരു അബദ്ധം കൊണ്ട് സംഭവിച്ചതല്ലേ, എലി ഇങ്ങനെ വന്ന് തട്ടിയത് കൊണ്ടല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ അപശകുനമായിട്ടൊന്നും കരുതണ്ട എന്ന് പറഞ്ഞ് അവരെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കുക. എന്നിട്ട് വിഷു ആഘോഷിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് വരുത്തി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അങ്ങനെ സൂര്യ അവരുടെ റൂമിലേക്ക് നന്ദിനിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് വിജയൻ വരുന്നത്. അപ്പോഴത്തേക്കും യതീന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിജയൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ സൂര്യയോട് ചോദിക്കുകയാണ്, എന്താ അളിയ ഡ്രസ്സൊന്നും മാറാത്തത്, പുതിയ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അളിയൻ ഇവിടെ നടന്നതോ സംഭവമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല അളിയ, എന്താ ഉണ്ടായത്? ഓ, ഞങ്ങളുടെ പുതിയ ഡ്രസ്സിലെ എണ്ണ പോവുകയോ? എങ്ങനെ പോയി? അപ്പം എന്താ കിച്ചണിലാണോ പുതിയ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചത്? കിച്ചണിലൊന്നുമല്ല. എന്താ അളിയനൊന്നും അറിയാത്തതുപോലെ, കിച്ചണിൽ ആരെങ്കിലും പുതിയ ഡ്രസ്സ് കൊണ്ടുപോയി വെക്കില്ലല്ലോ. പൂജാമുറിയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ വെച്ച് എലി തട്ടിയിട്ടതാണെന്ന് തോന്നുന്നു. ഡ്രസ്സിലൊക്കെ മുഴുവനും എണ്ണ പോയി. അയ്യോ, ഒരു എലി കാരണം എൻ്റെ അളിയൻ്റെ വിഷു ആഘോഷം ഇല്ലാതാകുമോ? അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അളിയ, പോയി പുതിയ ഡ്രസ്സ് ഇടാൻ നോക്ക്, എന്നിട്ട് വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ നോക്ക്. ആ, അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പക്ഷേ എന്ത് ചെയ്യാനാണ്, നന്ദിനിയും കുടുംബവും അതൊരു അപശകുനമാണെന്നും പറഞ്ഞ് അവർ വിഷു ആഘോഷിക്കാനൊന്നും താല്പര്യമില്ലാതെ വിഷമിച്ച് റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഒരു എലി കാരണം എൻ്റെ അളിയൻ്റെയും കുടുംബത്തിൻ്റെയും വിഷു ആഘോഷം ഇല്ലാതാകുമോ? ഏത് എലിയാണ്? എന്തായാലും ഞാനൊന്ന് പൂജാമുറിയിൽ പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് വിജയൻ അഭിനയിച്ചുകൊണ്ട് അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് വിജയൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യയ്ക്കൊരു സംശയം വരുന്നുണ്ട്. അങ്ങനെ എലിയെ നോക്കുന്നത് വിജയൻ ഇങ്ങനെ നോക്കുന്നത് കാണുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് സൂര്യയുടെ കണ്ണിൽ അത് കാണുന്നത്. നിലത്ത് ഒരു കാലടയാളം കാണുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ അത് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഒരു കാലിൻ്റെ അടയാളം മാത്രമാണ് നിലത്ത് കാണുന്നത്. അങ്ങനെ ആ ഒരു അടയാളം മുഴുവനായിട്ട് പൂജാമുറിയിൽ നിന്നും നേരെ വിജയൻ്റെ റൂമിലേക്ക്, ഇന്ദ്രജയും വിജയനും കിടക്കുന്ന റൂമിലേക്കാണ് ആ കാലടയാളം പോകുന്നത് എന്ന് സൂര്യ കണ്ടുപിടിക്കണം. അതോടുകൂടി സൂര്യ ശ്രദ്ധിച്ച് ഇത് അടയാളങ്ങളെല്ലാം പരിശോധിക്കുന്നത് വിജയൻ കാണുകയാണ്. അപ്പോഴാണ് വിജയൻ്റെ കാൽപാദം അവിടെ കിടക്കുന്നത്, അടയാളം കിടക്കുന്നത് വിജയനും ശ്രദ്ധിക്കുന്നത്. അയ്യോ, ഇത് എൻ്റെ കാലടയാളമാണല്ലോ, ഇത് സൂര്യ കണ്ടുപിടിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സൂര്യക്കെങ്ങാനും ഇത് ചെയ്തത് ഞാനാണെന്നുള്ളത് മനസ്സിലാകുമല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ടെൻഷനോട് കൂടി വെപ്രാളം പിടിച്ചുകൊണ്ടാണ് കേട്ടോ വിജയൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഇന്ദ്രജയും വേദയും വിജയൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇതെന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ വിജയൻ ഇന്ദ്രജയോട് കാര്യം പറയണേ, എല്ലാം സൂര്യ കണ്ടുപിടിച്ചു എന്നാണ് തോന്നുന്നത്. എന്തു പറ്റി, എന്താ മനുഷ്യ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രിയിൽ നമ്മൾ രണ്ടുപേരും കൂടി ഡ്രസ്സിലൊക്കെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് നിലത്തുകൂടി കുറച്ച് നീ ഒഴിച്ചില്ലേ, ആ സമയത്ത് അറിയാതെ ഞാൻ അതിൽ ചവിട്ടിയില്ലേ, അപ്പോൾ ഞാൻ വഴുക്കി വീഴാതിരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ഭസ്മം എൻ്റെ കാലിൽ മുഴുവൻ തേച്ചു, എന്നിട്ടാണ് ഞാൻ റൂമിലേക്ക് നടന്നു വന്നത്. ഇപ്പോൾ ആ കാൽപാദത്തിൻ്റെ അടയാളം സൂര്യ കണ്ടുപിടിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇന്ദ്രജങ്ങ് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്താലും എന്തെങ്കിലും ഒന്ന് പിടിക്കാനായിട്ട് ഇട്ട് കൊടുക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഏതായാലും നിങ്ങളല്ല എന്നുള്ള ഭാവത്തിൽ സൂര്യയുടെ മുന്നിൽ നല്ലതുപോലെ നിന്നോ, അല്ല എന്നുണ്ടെങ്കിൽ സൂര്യ എല്ലാം കണ്ടുപിടിക്കും. നിങ്ങളാണ് ഇത് എന്നുള്ളത് കണ്ടുപിടിക്കരുത്, അതിനുള്ള വഴിയിലൂടെ വേണം ഇനി കാര്യങ്ങൾ നീക്കാൻ, അതുകൊണ്ട് നിങ്ങളൊന്നും അറിയാത്ത ഭാവത്തിൽ വേണം നടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയും വേദയും കൂടി വിജയനെ ഉപദേശിച്ചു കൊടുക്കണം. എന്നിട്ട് സൂര്യ പറയണ, ആ നിങ്ങൾ രണ്ടുപേരും കൂടി എത്തിയോ? എന്താണാവോ മൂന്ന് പേരും കൂടി സംസാരിക്കുന്നത്? ഏയ് അതൊന്നുമില്ല സൂര്യ, എങ്കിൽ എന്നോടൊപ്പം ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് വിജയനെയും ഇന്ദ്രജയെയും വേദയെയും സൂര്യ അവിടേക്ക് വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവരോട് മൂന്ന് പേരോടും അവിടെ നിൽക്കാൻ പറയട്ടോ. എന്നിട്ട് സൂര്യ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നന്ദിനിയെ വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനിയും അച്ഛനും അമ്മയും അനിയത്തിമാരും കൂടി അവിടേക്ക് വരികയാണ്. എന്താ സൂര്യ സാർ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ, നന്ദിനി ഈ കാൽപാദങ്ങളൊക്കെ നീ ശ്രദ്ധിച്ചോ? ആ, ഞാൻ കണ്ടു സൂര്യ സാർ, ഇതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് നിനക്ക് മനസ്സിലായില്ലേ? ഈ കാൽപാദങ്ങൾ മുഴുവനായിട്ട് പോകുന്നത് എവിടേക്കാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇവരുടെ റൂമിലേക്ക്, നീ വിളിക്കുന്ന ഇന്ദ്രജ മാഡത്തിൻ്റെ റൂമിലേക്ക്. സൂര്യ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും വിജയനെയും ഇന്ദ്രജയെയും കണക്കിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.